ഓക്കെ, നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ബിസിനസ് എക്കണോമിക്സ് എന്നുള്ളത്, ഡെഫിനിഷനും അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബിസിനസ് എക്കണോമിക്സിന്റെ നേച്ചർ, സ്വഭാവം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ബിസിനസ് എക്കണോമിക്സ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ സയൻസ്. ഓക്കെ, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ശാസ്ത്രമാണ്, അതൊരു സയൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് which establishes cause and effect relationship. അല്ലെ, അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതായത് കാരണങ്ങളും അതോടൊപ്പം തന്നെ ഫലവും തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ഥാപിക്കുക. ഓക്കെ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് പറയാം, സിംപ്ലി നമുക്ക് പറയാം എന്ത്? കാരണവും അതോടൊപ്പം തന്നെ ഫലവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്ന ഈ ഒരു ചിട്ടയായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അറിവാണ് ഏത്? സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയണത്? കാരണവും അതോടൊപ്പം തന്നെ ഫലവും തമ്മിലുള്ള ബന്ധം അല്ലെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കുന്ന ഒരു ചിട്ടയായിട്ടുള്ള ഒരു അറിവാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി അല്ലെ. അതെന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെല്ലാം സയൻസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം നമ്മൾ അല്ലെ കുറച്ച് നോളജിന്റെ ബേസിഡിൽ നമ്മൾ അത് പരീക്ഷിച്ചും അല്ലെ അതിന്റെ കാരണങ്ങളും അതിന്റെ ഫലവും ഒക്കെ എന്താണെന്ന് നമ്മൾ പരീക്ഷിച്ചറിയുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ബിസിനസ് എക്കണോമിക്സ് ഇന്റഗ്രേറ്റ് ദ ടൂൾ ഓഫ് ഡിസിഷൻ സയൻസ്. ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അതായത് ഡിസിഷൻ മേക്കിംഗ് ടൂളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സയൻസുകളാണ്, ശാസ്ത്രങ്ങളാണ് അല്ലെ. അതായത് ബിസിനസ് എക്കണോമിക്സ് ഇന്റഗ്രേറ്റ്, ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് എന്താണ്? ദ ടൂൾ ഓഫ് ഡിസിഷൻ സയൻസ് അല്ലെ. സയൻസിൽ ഉണ്ടാകുന്ന ടൂൾസുകളാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സയൻസിൽ നിന്നും, അതായത് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി സയൻസിൽ നിന്നും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാത്തമാറ്റിക്സ് അല്ലെ. സയൻസ് സബ്ജക്ട്, സയൻസിൽ പെടുന്നത് തന്നെയാണല്ലോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. സയൻസ് മാത്തമാറ്റിക്സിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നോളജിന്റെ കോസ് എഫക്റ്റ് അല്ലെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതില് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, എക്കണോമിക്സിന്റെ ഒരു ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. വിത്ത് എക്കണോമിക് തിയറി ടു അറൈവ് അറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ബിസിനസ് ഗോൾസ്. അപ്പൊ ബിസിനസ്സിലെ ലക്ഷ്യങ്ങൾ എന്താണ്? ബിസിനസ്സിലെ ലക്ഷ്യം നമുക്കറിയാം അല്ലെ, പ്രോഫിറ്റ് നേടുക എന്നുള്ളത്, കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഗോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബിസിനസ് ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്കണോമിക് തിയറിയിൽ എക്കണോമെട്രിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള സയൻസ് ടൂളുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് എക്കണോമിക്കിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് അല്ലെ. ഒന്നുകൂടി പറയാം, ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം നോളജ് നമ്മൾ എന്ത് ചെയ്യുന്നു? പറയും. ഇതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എക്കണോമിക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സയൻസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നു അല്ലെ. ഏതൊക്കെയാണ് സയൻസിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് പറയുന്നത്?
മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ്, അല്ലെ, ഇതെല്ലാം എക്കണോമിക് തിയറിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ്, അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സിന്റെ രണ്ട് ഭാഗമാണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ബിസിനസ് എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും മൈക്രോ എക്കണോമിക്സും ആയിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ബിസിനസ് മാനേജർ ഈസ് കൺസേൺഡ് അബൌട്ട് achievement of the predetermined objective of his organization so as to ensure the long-term survival and profitable functioning of organization. അല്ലെ, ഒരു ബിസിനസ് മാനേജറിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ കൺസേണും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷന് കുറച്ച് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി തീരുമാനിക്കും. പ്രീ ഡിറ്റർമിനന്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവുമ്പോ എന്തുണ്ടായിരിക്കും? മുൻകൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും, ഇന്ന കൊല്ലം ഇന്ന ഇത്ര പ്രൊഡക്ഷൻ വേണം, അല്ലെ, അതിൽ നിന്നും ഇത്ര ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, അല്ലെ. പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും എന്തുണ്ടാവുക? ഓർഗനൈസേഷൻ ഉണ്ടാവുക, അല്ലെ. ഈ ഓർഗനൈസേഷന്റെ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സിലൂടെ ലോങ് ടേം സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിൾ ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് മാനേജർ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തിനായിരിക്കും ഇവിടെ റെഡിയാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം സർവൈവൽ ആണ്, അല്ലെ. കൂടാതെ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതും അതിന്റെ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് വളരെ പ്രോഫിറ്റബിൾ ആക്കാനും അതേപോലെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും ഒക്കെ എന്ത് ചെയ്യണം? ഒരു ബിസിനസ് മാനേജർ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കണം, അല്ലെ. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, വെറും പ്രോഫിറ്റ് എന്നുള്ളത് മാത്രമല്ല ഒരു ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ ഒരു ബിസിനസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൺസേൺ ചെയ്യുന്നത് എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സുകളെല്ലാം അച്ചീവ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ചെയ്യുന്നതിലൂടെ എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷന്റെ ഫങ്ഷൻ വളരെ പ്രോഫിറ്റബിൾ ആവുകയും അതോടൊപ്പം തന്നെ ലോങ് ടേം സർവൈവലും എന്താണ്, അതായത് ഒരുപാട് കാലം എന്താണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ബിസിനസ് മാനേജറിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകൂട്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഓക്കെ, സിൻസ് ബിസിനസ് എക്കണോമിക്സ് ഈസ് concerned more with the decision making problems, it takes help of microeconomic tools. ഓക്കെ, അതായത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും എന്താണ്? മൈക്രോ എക്കണോമിക്സ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി, ഇപ്പൊ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? മൈക്രോ എക്കണോമിക് ടൂൾസുകളാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിലെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട്, ഒരു ബിസിനസ്സിൽ നമുക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നു, അല്ലെ. ആ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും, അല്ലെ. അപ്പൊ ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മൈക്രോ എക്കണോമിക് ടൂൾസുകളാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം മൈക്രോ എക്കണോമിക്സ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ്സിലെ വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ഇറ്റ്? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഇൻകോർപ്പറേറ്റ് എലമെന്റ്സ് ഓഫ് മാക്രോ അനാലിസിസ്, അല്ലെ. ബിസിനസ് എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് മാത്രമല്ല, നമ്മൾ മാക്രോ എക്കണോമിക്സും എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു, അല്ലെ, ഒരു വോൾ എക്കണോമിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഗ്രഗേറ്റിനെ കുറിച്ചിട്ടുള്ള ഒക്കെ പഠനമാണ്, അനാലിസിസ് ആണ് മാക്രോ എക്കണോമിക്സിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ.
മാക്രോ എക്കണോമിക്സിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ, ഇൻകം, എംപ്ലോയ്മെന്റ് ലെവൽ ഇൻ ദ എക്കണോമി, ഗവൺമെന്റ് പോളിസീസ് റിലേറ്റഡ് ടു ടാക്സേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഡസ്ട്രീസ്, പ്രൈസ്, അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ, വേജസ് എക്സെട്ര അഫക്ട് ദി ബിസിനസ്. അല്ലെ, ഇതെല്ലാം തന്നെ ഒരു ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയല്ലേ? അല്ലെ, മാക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട എലമെന്റുകളാണ് ഏതൊക്കെ? നമ്മൾ ഈ പറഞ്ഞ ജനറൽ പ്രൈസ് ലെവലും ഇൻകവും എംപ്ലോയ്മെന്റും, അല്ലെ, ഗവൺമെന്റ് പോളിസീസ് റിലേറ്റഡ് ടു ടാക്സേഷൻ, അല്ലെ. അതായത് ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിയിലുള്ള ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് ലെവല്, പിന്നെ ഇൻകം, വരുമാനം, എംപ്ലോയ്മെന്റ് ലെവൽ ഇൻ ദ എക്കണോമി, എക്കണോമിയിലെ തൊഴിലവസരങ്ങളെ കുറിച്ച്, പിന്നെ ടാക്സേഷൻ, അല്ലെ, അതായത് ഗവൺമെന്റ് പോളിസി, ടാക്സേഷനുമായി ബന്ധപ്പെട്ട്, അതായത് നികുതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഗവൺമെന്റ് പോളിസികൾ, ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെ, പലിശ നിരക്കുകൾ, എക്സ്ചേഞ്ച് റേറ്റ്, കൈമാറ്റ നിരക്കുകൾ, ഇൻഡസ്ട്രീസ്, അല്ലെ, അതായത് വ്യവസായങ്ങൾ, പ്രൈസ്, വില, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, വേജ്, വേതനം, അല്ലെ. ഇതെല്ലാം മാക്രോ എക്കണോമിക്കിലെ എലമെന്റ്സുകളാണ്. ഓക്കെ, ഇതെല്ലാം ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, ഒരു ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് മാക്രോ എക്കണോമിക്സിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ബിസിനസ് മാനേജർ മസ്റ്റ് ബി acquainted with these elements as they influence business environment. അപ്പൊ ഒരു ബിസിനസ് മാനേജർ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ എല്ലാ എലമെന്റ്സിനെ കുറിച്ചും എന്തുണ്ടായിരിക്കണം? ബിസിനസ് മാനേജറിന് അറിവുണ്ടായിരിക്കണം. കാരണം ബിസിനസ് മാനേജർക്ക് അറിവുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന മാക്രോ എക്കണോമിക് എലമെന്റ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻകോർപ്പറേറ്റ് എലമെന്റ്സ് ഓഫ് മാക്രോ അനാലിസിസ്, അല്ലെ. അതായത് നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാക്രോ അനാലിസിസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അപ്പോ അത്? ഓക്കെ, ഇനി വരുന്നത് ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്, അല്ലെ. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കലയാണ്. എങ്ങനെയാണ് അതൊരു കലയാവുന്നത്? ഇറ്റ് ഇൻവോൾവ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഒരു ബിസിനസ് ആവുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെ. അതായത് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും, അല്ലെ. ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടി വെറുതെ അങ്ങോട്ട് അറ്റൈൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അല്ലെ. കഠിന പ്രയത്നം തന്നെ വേണം, അല്ലെ. നമ്മൾ ഒരു ബിസിനസ് വളരെയധികം നല്ല ഉയർച്ചയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജറുടെ എന്താ പറയാ, വളരെ വലിയ പരിശ്രമം തന്നെ വേണം. ഓക്കെ, സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻമെന്റ്, അല്ലെ. ഇവിടെ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? റൂൾസിന്റെയും പ്രിൻസിപ്പിൾസിന്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, വെറുതെ റൂൾസും അതായത് നിയമങ്ങളും തത്വങ്ങളും എന്താണ്? പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം. ഏതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അതാണ് എന്ത്? കല എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാ പോരാ, നമ്മൾ അത് എന്ത് ചെയ്യണം? പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ നമുക്ക് അറ്റൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൂൾസും പ്രിൻസിപ്പിൾസും ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ദ യൂസ് ഓഫ് തിയറി, മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. ഓക്കെ, അതായത് ബിസിനസ് എക്കണോമിക് യൂസസ് ദ തിയറി ഓഫ് ആൻഡ് റിസോഴ്സസ് അലോക്കേഷൻ ഇൻ ബാക്ക്ഡ്രോപ്പ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ് എക്കോണമി. അതായത് ഒരു ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്ന് പറയുന്നത് തിയറി ഓഫ്
ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ഒരുപാട് തിയറികളും ഒരുപാട് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ തിയറി ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നതും പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ തിയറികൾ ഇതെല്ലാം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? തിയറി ഓഫ് ഫേം ബിസിനസ് എക്കണോമിക്സിൽ എന്തിനു നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? റിസോഴ്സ് അലോക്കേഷൻ ഈസ് ബാക്ക്ഡ്രോപ്പ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ് എക്കോണമി. കാരണം നമ്മുടെ എക്കണോമിയിലെ പ്രൈവറ്റ് എന്റർപ്രൈസുകളുടെ എന്താണ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസോഴ്സ് വളരെ കുറവായിരിക്കും, അല്ലെ? അപ്പൊ റിസോഴ്സ് നമ്മൾ എങ്ങനെ ചെയ്യണം? വളരെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം, അതായത് വിനിയോഗിക്കണം. ഉള്ള വിഭവങ്ങൾ, ഉള്ള റിസോഴ്സുകളെ നമ്മൾ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം, അല്ലെ? അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അലോക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? തിയറി ഓഫ് ഫേം, തിയറി ഓഫ് മാർക്കറ്റ്, പ്രൈവറ്റ് എന്റർപ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ യൂസ് ഓഫ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസ്, അതായത് ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ തിയറി ഓഫ് മാർക്കറ്റും തിയറി ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച്. എന്താ പറയാനുള്ളത്? പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച് എന്ന് പറയുമ്പോ എന്താണ്? പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രായോഗികമായ, അല്ലെ? പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ബിസിനസ് എക്കണോമിക്സ് ഈസ് എ പ്രാക്ടിക്കൽ ഇൻ അപ്രോച്ച് ആസ് ഇറ്റ് ടാക്കിൾസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വിത്ത് ദ ഫേംസ് ഫേസ് ഇൻ റിയൽ വേൾഡ്, അല്ലെ? അതായത് നമ്മൾ അപ്രോച്ചുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രായോഗികമാക്കാണ്, പ്രാഗ്മാറ്റിക് ആണ്. ഓക്കെ, അതായത് ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്? എല്ലാം നമ്മൾ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യണം, അല്ലെ? ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ബിസിനസ് എക്കണോമിക്സിൽ പ്രാക്ടിക്കൽ ഇൻ അപ്രോച്ചുകളെല്ലാം എന്ത് ചെയ്യണം? പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ നോക്കണം, അല്ലെ? അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റിയൽ വേൾഡിൽ ഒരു ഫേം ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, എന്തൊക്കെയാണ് ഒരു ഫേം പ്രശ്നങ്ങൾ നേരിടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യണം ഒരു ബിസിനസ് എക്കണോമിക്സിൽ. ഓക്കെ, അപ്പൊ ബിസിനസ് എക്കണോമിക് ഈസ് പ്രാക്ടിക്കൽ ഇൻ അപ്രോച്ച് as it tackles practical problems which the firms face in real world, അല്ലെ? ഒരു റിയൽ വേൾഡില്, ഒരു യഥാർത്ഥ ലോകത്തിൽ ഒരു ഫേം ഫേസ് ചെയ്യുന്ന ധാരാളം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? ആ ധാരാളം പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ തിരിച്ചറിഞ്ഞ് അത് അപ്രോച്ച് എന്ത് ചെയ്യുക? പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യുക. അതാണ് ബിസിനസ് എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത നേച്ചർ എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് എക്കണോമിക്സ് യൂസസ് ടൂൾസ് ഫ്രം അതർ സബ്ജക്ട്, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബിസിനസ് എക്കണോമിക്സിലെ ധാരാളം ഇപ്പൊ സയൻസ് സബ്ജക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? മാത്തമാറ്റിക്സും അതേപോലെ തന്നെ എക്കണോമെട്രിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ സയൻസിൽ നമ്മൾ ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? അപ്പൊ ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസുകൾ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഒന്ന് മാത്തമാറ്റിക്സ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, അല്ലെ? മാത്തമാറ്റിക്സിലെ ടൂൾസുകൾ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഓപ്പറേഷൻ റിസർച്ച്, അല്ലെ? ഇപ്പൊ നിങ്ങള് എന്താ പറയാ വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഓപ്പറേഷൻ റിസർച്ച്, മാനേജ്മെന്റ്, അങ്ങനെയുള്ള എന്താ പറയാ കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെ, ഓപ്പറേഷൻ റിസർച്ചുകളൊക്കെ എന്തുണ്ടാവും? പഠിക്കാനുണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ നിന്നും ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ടൂൾസുകൾ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യും. പിന്നെ മാനേജ്മെന്റ് തിയറി,
അല്ലെ? മാനേജ്മെന്റ് തിയറി നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് അല്ലെ? അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് അല്ലെ? ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെയോ എക്കണോമെട്രിക്സ്. ഈ സബ്ജക്റ്റുകളെല്ലാം തന്നെ എന്താണ്? ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്ന ടൂൾസുകൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം, നേച്ചർ എങ്ങനെയാണെന്ന് പറയാം. ബിസിനസ് എക്കണോമിക്സ് ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വരുന്നത് നോർമേറ്റീവ് ഇൻ നേച്ചർ. എന്താണ് ഈ നോർമേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോ? അല്ലെ, നോർമേറ്റീവ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? നോർമേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോ എക്കണോമിക് തിയറി ഹാസ് ഡെവലപ്ഡ് അലോങ് 2 ലൈൻസ്. അതായത് ഇവിടെ എക്കണോമിക് തിയറികളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ലൈനിന്റെ ബേസിലാണ്. ഒന്ന് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ്. അതായത് 2 തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് തിയറികൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ 2 രീതിയിലുള്ള എന്താ പറയാ കാര്യങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അത് ഒരു തിയറി പോസിറ്റീവായോ അല്ലെങ്കിൽ നോർമേറ്റീവ് ആയിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റീവ്, എന്താണ് നോർമേറ്റീവ് എന്നുള്ളത് നമുക്ക് നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആൻഡ് പ്യുവർ സയൻസ് അനാലിസിസ് കോസ് ആൻഡ് അഫക്റ്റ് റിലേഷൻഷിപ്പ് ബട്ട് ഡസ് നോട്ട് ഇൻവോൾവ് എനി ജഡ്ജ്മെന്റ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ പ്യുവർ സയൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബട്ട് ഡസ് നോട്ട് ഇൻവോൾവ് എനി ജഡ്ജ്മെന്റ്. ഇവിടെ യാതൊരു തരത്തിലുള്ള എന്താണ് ജഡ്ജ്മെന്റും ഉണ്ടാവുന്നില്ല. ഓക്കെ, എനി ജഡ്ജ്മെന്റ് ഇൻവോൾവ് ബട്ട് അല്ലെ എന്താണ്? കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് ആവുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പോസിറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിലോ ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് ഈസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അല്ലെ, ഇവിടെ എന്താണ് എന്നുള്ളതിന് എന്ത് വേണം? ഒരു ഉത്തരം വേണം. അല്ലെ, അതായത് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ എക്കണോമിക് ബിഹേവിയർ. ഇവിടെ നമ്മൾ എന്താണ് പോസിറ്റീവ് എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് എന്താണ്? ഇവിടെ ഒരിക്കലും എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് ആവുന്നില്ല. ഓക്കെ, ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താവുന്നില്ല? ഇൻവോൾവ്ഡ് ആവുന്നില്ല. എന്നാലോ ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് ഈസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അല്ലെ, ഇവിടെ എന്താണ്, വാട്ട് ഈസ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ എന്ത് ചെയ്യാണ്? വരികയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ എക്കണോമിക് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്ക് ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിന്റെ സ്വഭാവത്തെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെയോ അല്ലെ, ഇൻഡിവിജ്വൽ ഓർ സൊസൈറ്റി, individual or society without perception about the desirability of such behavior. അതായത് ഒരു സൊസൈറ്റിയുടെയോ ഒരു ഇൻഡിവിജ്വൽസിന്റെയോ എക്കണോമിക് ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിക്കുന്നതാണ് ഏത്? പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് വിശദമാക്കും, ഡിസ്ക്രിപ്റ്റീവ് സ്വഭാവമാണ്. ഓക്കെ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെയോ എക്കണോമിക് ബിഹേവിയർ അല്ലെങ്കിൽ എന്താ പറയാ സാമ്പത്തിക സ്വഭാവങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, വിശദീകരിക്കുന്നു. ഇതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെ വാല്യൂ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റും ഇല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത് പോസിറ്റീവില്. എന്നാൽ നോർമേറ്റീവിൽ ഇറ്റ് ഇൻവോൾവ് വാല്യൂ ജഡ്ജ്മെന്റ്. നോർമേറ്റീവിൽ എന്തുണ്ടായിരിക്കണം? ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താ? പോസിറ്റീവിലെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? എന്നാൽ നോർമേറ്റീവിലെ ചോദ്യം എന്താണ്? നോർമേറ്റീവിലെ ചോദ്യം എന്താ വരുന്നത്?
അപ്പോ പോസിറ്റീവില് നമ്മൾ എന്താ പറഞ്ഞേ, വാട്ട് ഈസ് എന്നല്ലേ പറഞ്ഞത് അല്ലെ. അതേപോലെ തന്നെ നോർമേറ്റീവിൽ എന്താണ്, വാട്ട് ഷുഡ് ബി അല്ലെ. വാട്ട് ഷുഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തായിരിക്കണം അല്ലെ. നോർമേറ്റീവിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, വാട്ട് ഷുഡ് ബി, അതായത് എന്തായിരിക്കണം അല്ലെ. എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ അണ്ടർ ഗിവൺ സർക്കംസ്റ്റൻസ്, അതായത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നോർമേറ്റീവിന്റെ സ്വഭാവം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബിസിനസ് എക്കണോമിക്സ് നോർമേറ്റീവ് ആണ് എന്നല്ലേ നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് നോർമേറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം എന്താ, അവിടെ വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട്. ബിസിനസ് എക്കണോമിക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനും എന്തുണ്ട്, ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, it is prescriptive in nature and in it welfare consideration are embedded. അല്ലെ, എന്താണ് ഇപ്പൊ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നുള്ളതാണ് അല്ലെ. അല്ലെ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ നോർമേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി പ്രിസ്ക്രിപ്റ്റീവ് ആണ്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവും, നോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ആണ്. ഓക്കെ, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോ അപ്പൊ എന്താ, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോ എന്താണ്, നമ്മുടെ വിശേഷണം എന്ന് പറയാം അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോ എന്താണ്, വിശദമായിട്ടുള്ള അല്ലെ, എഴുത്ത് വിശദമായിട്ട് തന്നെ പറയുന്നു. ഓക്കെ, അപ്പൊ നോർമേറ്റീവിലാണെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ആണ്, വിശേഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നോർമേറ്റീവും പോസിറ്റീവും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ളതും പ്യുവർ സയൻസ് അനാലിസിസും ആണ് നടത്തുന്നത്. അവിടെ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. പിന്നെ അവിടെ വരുന്ന ചോദ്യം വാട്ട് ഈസ്, എന്താണ് എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം. പിന്നെ അവിടെ അതിന്റെ സ്വഭാവം, പോസിറ്റീവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ. വിശദമായിട്ടുള്ള വിവരണാത്മകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിശദമാക്കുന്നത് അല്ലെ. ഒരു ഇൻഡിവിജ്വൽസിന്റെയോ സൊസൈറ്റിയുടെ എക്കണോമിക് ബിഹേവിയറിനെ കുറിച്ച് അവിടെ വിശദമാക്കുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നു. പിന്നെ പറയുന്നത് നോർമേറ്റീവ്. നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ചോദ്യം എന്താണ്, ഇറ്റ് സ്റ്റേറ്റ് വാട്ട് ഷുഡ് ബി, എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പർട്ടിക്കുലർ ആക്ഷൻ എന്ന് പറയുന്നത് ഉള്ള സർക്കംസ്റ്റാൻസിലെ എന്തായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ട് വരുന്നു. പിന്നെ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, പ്രിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, അതായത് ഒരു വിശേഷണം അല്ലെ. ഇപ്പൊ പ്രിസ്ക്രിപ്റ്റീവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു മെഡിസിൻ ഒക്കെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രിപ്റ്റീവാ തരിക, മരുന്നിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, വിശേഷണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. എങ്ങനെയാണ്, അല്ലാതെ നമ്മളുടെ അസുഖത്തെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രിസ്ക്രിപ്ഷനിൽ കാണൂ, ഇല്ല. പ്രിസ്ക്രിപ്ഷനിൽ മരുന്നിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ്, വിശേഷണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഇൻ ഇറ്റ് വെൽഫെയർ കൺസിഡറേഷൻ ആസ് എംബഡഡ്, അതായത് നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ വെൽഫെയറും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോർമേറ്റീവില് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നത് ബിസിനസ് എക്കണോമിക് റിക്വയേഴ്സ് ബോത്ത് ദ കൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് ഇൻ നേച്ചർ അല്ലെ. അപ്പൊ ബിസിനസ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ഇവിടെ രണ്ട് കൺസെപ്റ്റുകളും ഒരേപോലെ എന്താണ്, ആവശ്യമാണ്. ചില സമയത്ത് ബിസിനസ് എക്കണോമിക്സ് പോസിറ്റീവ് ആയിരിക്കണം, ചില സമയത്ത് നോർമേറ്റീവ് സ്വഭാവവും കാണിച്ചിരിക്കണം. It is a normative as it suggests the application of economic principles for policy formulation. അല്ലെ, അതായത് നോർമേറ്റീവ് ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്കണോമിക്സിൽ എപ്പോഴാണ് നമ്മൾ നോർമേറ്റീവ് സജസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴായിരിക്കും ഒരു പോളിസികൾ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും എക്കണോമിക് പ്രിൻസിപ്പിൾസുകളോ അല്ലെങ്കിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നോർമേറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലോ പോളിസി ഫോർമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതായിരിക്കും, നോർമേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, however it also need to understand the environment thus involve study of positive theory, അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താ, എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് തിയറിയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് നോർമേറ്റീവും ആണ് പോസിറ്റീവും ആണോ എന്ന് പറഞ്ഞു, അല്ലെ? എന്താണ് ബിസിനസ് എക്കണോമിക്സ്? എന്താണ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് നോർമേറ്റീവിലെ നല്ല എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് എക്കണോമിക് തിയറിയിലെ നല്ല വശങ്ങളും എടുത്തുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ബിസിനസ് എക്കണോമിക്സിൽ രണ്ട് കൺസെപ്റ്റും ഒരേപോലെ, ചില സമയം നോർമേറ്റീവ് നേച്ചർ ആയിരിക്കും, ചില സമയം പോസിറ്റീവ് നേച്ചർ ആയിരിക്കും ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി വരുന്നത് ഇപ്പൊ നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആണ്. ഓക്കെ, സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് there are two categories of business issues to which economic theories can be directly applied namely. അതായത് ബിസിനസ് ഇഷ്യൂസ് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്റേണൽ ഇഷ്യൂസ് ഓർ ഓപ്പറേഷണൽ ഇഷ്യൂസ്. ഇന്റേണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സും, എക്സ്റ്റേണൽ ഇഷ്യൂസ് ഓർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മാക്രോ എക്കണോമിക്സും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്റേണൽ ഇഷ്യൂസും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യും. എന്നാൽ എക്സ്റ്റേണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്രോ എക്കണോമിക്സും ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഇഷ്യൂസ്, ബിസിനസ് ഇഷ്യൂസ് രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്. ആ രണ്ട് കാറ്റഗറിയിലും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എക്കണോമിക് തിയറികളാണ് ഇവിടെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം ഇന്റേണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് യൂസിങ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് എന്താണ് ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ, അല്ലെ? ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത് എവിടെയാണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും വരുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഫാൾ വിത്തിൻ ദ പെർവ്യൂ ആൻഡ് കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ കൺട്രോൾ കുറയുകയോ, അല്ലെ, മാനേജ്മെന്റിന്റെ കൺട്രോളിന്റെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ കരുതൽ കുറവ് കൊണ്ടോ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയാ? പ്രൊഡക്റ്റ് ഡിസിഷൻ, കൺസ്യൂമർ ഇൻകം, പ്രൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതെല്ലാം മൈക്രോ എക്കണോമിക് തിയറികളാണ്. ഓക്കെ, അപ്പോ ഈ പ്രൊഡക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നതോ, കൺസ്യൂമർ ഇൻകം എന്ന് പറയുന്നതോ, പ്രൈസിങ് എന്ന് പറയുന്നതോ, സെയിൽസ് പ്രൊമോഷൻ, ഫിനാൻസിങ്, മാനേജ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ മൈക്രോ എക്കണോമിക് തിയറികളും ഇവിടെ എന്ത് ചെയ്യും? ഇന്റേണൽ ഇഷ്യൂസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ കൺട്രോളിന്റെ കുറവ് കൊണ്ടോ, അല്ലെ, പല കാര്യങ്ങൾ കൊണ്ടോ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നും ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക് തിയറികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇഷ്യൂസ് നമ്മൾ ഇല്ലാതാക്കും.
ഓക്കെ, ഏതൊക്കെ തിയറികളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രൊഡക്റ്റ് ഡിസിഷൻ, കൺസ്യൂമേഴ്സ് ഇൻകം, പ്രൈസ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, the following micro theories deals with the most of these issues. ഈ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൈക്രോ എക്കണോമിക് തിയറികളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, അതില് ഇന്റേണൽ ഇഷ്യൂസ് ഓപ്പറേഷനിൽ വരുന്നതാണ് ഒന്ന് എന്ത്? ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അല്ലെ, ഡിമാൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡിനെ വിശകലനം ചെയ്യുന്നു. ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഡിക്ഷൻ ചെയ്യുക, മുൻകൂട്ടി തീരുമാനം എടുക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. It is the technique of predicting future demand of goods and services on the basis of past behaviors of factors which affect demand. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇപ്പൊ നമ്മളൊരു സ്ഥാപനമാണ്, ഇപ്പൊ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി നമ്മളൊരു സോപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇവിടെ എന്താണ്? സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ആ സോപ്പിന് ഡിമാൻഡ് ഇപ്പത്തെ സിറ്റുവേഷനിൽ, ഓക്കെ, ഇപ്പത്തെ സിറ്റുവേഷനിൽ ഡിമാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ. ആക്ച്വലി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് എന്താണ്? നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് വെച്ചോളൂ. അതായത് നമ്മളുടെ വിശകലനത്തിലൂടെ അല്ലെങ്കിൽ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ത്? നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പോവാണ്, പ്രഡിക്ഷൻ ചെയ്യാൻ പോവാണ്. എന്ത്? അടുത്ത മാസം ഇപ്പൊ ഇന്നിപ്പോ 100 ഉള്ളത് നാളെ ഇപ്പൊ ഒരു 150 പ്രൊഡക്റ്റ് വേണം. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, പ്രഡിക്ഷൻ ചെയ്യാണ്. അല്ലെ, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോഴുള്ള പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വരും കാലത്തേക്കുള്ള പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, പ്രവചനം നടത്താൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. കാരണം നമുക്ക് ഇന്നത്തെ ഡിമാൻഡിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഡിമാൻഡും ഒരു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബേസിൽ അനലൈസ് ചെയ്യാം. അത് ശരിയാവണമെന്നോ തെറ്റാവണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഫോർകാസ്റ്റ് ചെയ്യാം, പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മുൻകൂട്ടി പ്രവചിക്കാം. ഇന്നിപ്പോ നല്ല ഡിമാൻഡ് ഉണ്ട്, അപ്പൊ നമ്മൾ നാളേക്ക് എന്താ വിചാരിക്കുന്നത്? ഇന്നിപ്പോ ഡിമാൻഡ് ഉണ്ട്, നാളെ ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുവോ? ഇല്ലല്ലോ. എന്താ വിചാരിക്കുക? ഇന്ന് ഡിമാൻഡ് ഉണ്ട്, അപ്പൊ നാളെ ഇന്നിപ്പോ 100 പ്രൊഡക്റ്റ് വിൽക്കാന്ന് വെച്ചാൽ നാളെ നമ്മള് ഒരു 120 പ്രൊഡക്റ്റ് എങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റണം. അല്ലെ, നമ്മുടെ പ്രഡിക്ഷൻ ആണ് 120 എന്നുള്ളത്. അല്ലെ, ഓക്കെ. അപ്പൊ ഇന്നത്തെ ഡിമാൻഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളത്തെ ഡിമാൻഡ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെക്നിക്. ഇതൊരു ടെക്നിക്കാണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ദ ബേസ്ഡ് ഓഫ് പാസ്റ്റ് ബിഹേവിയർ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ഡിമാൻഡ്. അല്ലെ, അതായത് മുന്നേയുള്ള ഇപ്പൊ എന്താണ്? ഇപ്പോ കഴിഞ്ഞ കാലത്തെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്? ഇത് ചിലപ്പോൾ വരും കാലങ്ങളിലേക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫോർകാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനലൈസ്. അടുത്തത് എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. Okay, production analysis enables the firm to decide on the choice of appropriate technology and selection of least cost input mix to achieve technically efficient way of producing output given the input
Cost analysis enables the firm to recognize the behavior of cost and variables such as output. Okay, the time and the size of plant change. അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, അതായത് ഒരു വസ്തുവിന്റെ ഉൽപാദനവും അതിന്റെ ചെലവുമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. പ്രൊഡക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ദ ഫേം ടു ഡിസൈഡ് ഓൺ ദ ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. പ്രൊഡക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഏത് ടെക്നോളജിയാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏത് ടെക്നോളജി ഉപയോഗിച്ചാലാണ് നമുക്ക് ഫേമിന് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് മിക്സ് അല്ലെ. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടെക്നിക്കലി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ മിക്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻപുട്ടുകൾ ചേർന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ, ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് മിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, പ്രൊഡക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഫേം എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. കൂടാതെ നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ടെക്നിക്കലി എങ്ങനെ നമുക്കത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരു ലീസ്റ്റ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഇൻപുട്ടുകളുടെ മിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ എന്താണെന്ന് അറിയാലോ. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ധാരാളം ഇൻപുട്ടുകൾ ചേർന്നാണ് നമ്മൾ ഒരു ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത പദാർത്ഥങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. ആ റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഇൻപുട്ട് ഉപയോഗിക്കണം, വില കുറഞ്ഞിട്ടുള്ള ഇൻപുട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. എന്നാൽ അത് ചീത്തയാവാനും പാടില്ല, നല്ലതും ആയിരിക്കണം. എങ്ങനെയായിരിക്കണം, ലീസ്റ്റ് കോസ്റ്റ് ആയിരിക്കണം, കുറഞ്ഞ നിരക്കിലുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഏതാണ് വേണ്ടത്, എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. പിന്നെയോ ഗിവൺ ദി ഇൻപുട്സ് അല്ലെ, ഉള്ള ഇൻപുട്ടിൽ ഏതാണോ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് അല്ലെ, അതും അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് അതുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏത് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ഷൻ അനാലിസിസ് നമുക്ക് ചെയ്യാം. പിന്നെയോ കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് എങ്ങനെയാ നമ്മൾ നോക്കുന്നത്, എങ്ങനെയാ, അതായത് ഔട്ട്പുട്ടിനെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെ, ടൈം പീരീഡ്, സൈസ് ഓഫ് പ്ലാൻ ചേഞ്ച് അല്ലെ, കോസ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുവോ ആ രീതിയിലൊക്കെ നമ്മൾ കോസ്റ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാം. മനസ്സിലായോ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. ഇനി വരുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, ഇറ്റ് പെർട്ടൈൻ ടു റൂൾസ് ദാറ്റ് ഫേംസ് ക്യാൻ യൂസ് ടു മിനിമൈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മെയിൻറ്റെയിനിങ് ഇൻവെന്ററി ഇൻ ഫോം ഓഫ് വർക്ക് ഇൻ പ്രോസസ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, യൂസിങ് ടെക്നിക്സ് ലൈക്ക് ABC അനാലിസിസ്. ഇപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അതായത് കോസ്റ്റ് കുറയ്ക്കണം അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റണം അല്ലെ. ഒരു ഫേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചെലവ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുകയൊക്കെയാണ് എന്നുള്ള ലക്ഷ്യം അല്ലെ. അപ്പൊ നമ്മൾ ഇൻവെന്ററി, അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതായത് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സും അതേപോലെ തന്നെ റോ മെറ്റീരിയലും അല്ലെ, ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മളുടെ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ. അപ്പൊ ഇൻവെന്ററി എന്ന് പറയുമ്പോ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണല്ലോ. അപ്പോ ഇൻവെന്ററി എന്ന് പറയുമ്പോ ഇപ്പോ എന്താ പറയാ, നമ്മുടെ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്, റോ മെറ്റീരിയൽസ് മാത്രല്ല അല്ലെ, അതായത്
ഒരു ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ പൂർത്തിയാക്കാത്ത ഗുഡ്സുകൾ ഉണ്ടായിരിക്കും, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പകുതി പൂർത്തിയായത്, അതേപോലെ തന്നെ തുടങ്ങി വെച്ചത്, അല്ലെ, അങ്ങനെയുള്ള വിൽക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചത്, അങ്ങനെയുള്ള എല്ലാതിൻ്റെയും അങ്ങനെയുള്ള എല്ലാതിൻ്റെയും ടോട്ടൽ എന്താണ് കോസ്റ്റ്, ടോട്ടൽ ആയിട്ട് വരുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെന്ററി എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും അല്ലെ, എന്താണ് പ്രോസസ്സിങ്ങിലുള്ള ഗുഡ്സും, ഇങ്ങനെയുള്ള എല്ലാതും കൂടി ചേർന്നതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇറ്റ് പെർട്ടൈൻ ടു റൂൾസ് ദാറ്റ് ഫേംസ് ക്യാൻ യൂസ് ടു മിനിമൈസ് കോസ്റ്റ്, അല്ലെ, അതായത് ഇൻവെന്ററി ഫോമിൽ വരുന്ന കോസ്റ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, മിനിമൈസ് ചെയ്യാൻ പറ്റണം. അതായത് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, പ്രോസസ്സിൽ ഇരിക്കുന്നതിന്റെ കോസ്റ്റ്, അങ്ങനെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് യൂസിങ് ടെക്നിക്ക്, അല്ലെ, അങ്ങനെയുള്ള എല്ലാറ്റിന്റെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാൻ കഴിയണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോ, ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിന്റെ പേരാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറയുന്നത് എക്കണോമിക് തിയറിയാണ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ്. ഇനി വരുന്നത് നാലാമത്തെ പോയിന്റ് ആണ് വരുന്നത്. നാലാമത്തെ പോയിന്റിൽ വരുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് പോളിസീസ്. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് പോളിസീസ്. ഇതിൽ പറയുന്നത് analysis of the structure of market provide information about the nature and extent of competition which the firm have to face. അതായത് ഇവിടെ ഒരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, അല്ലെ, അബൌട്ട് ദ നേച്ചർ ആൻഡ് കോമ്പറ്റീഷൻ വിത്ത് ദ ഫേം ഹാവ് ടു, അതായത് ഫേമുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അതായത് നമുക്കറിയാം ഫേമുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേംസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫേം ടു ഫേം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ. അതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു ഫേമുകൾ എല്ലാതും ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുക, അല്ലെ. ഇതെല്ലാം ഒരു എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്കണോമിക്സിൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അനാലിസിസ് ഓഫ് സ്ട്രക്ചർ, അല്ലെ, സ്ട്രക്ചർ ഓഫ് മാർക്കറ്റ്, മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫേമുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. This help in determining the degree of market power which the firm command the strategies to be followed in market management. അപ്പൊ മാർക്കറ്റ് മാനേജ്മെന്റിനെ ഫോളോ ചെയ്തു വരുന്ന സ്ട്രാറ്റജീസും ഫേംസിന്റെ കമാൻഡും അതിന്റെ ഡിഗ്രി ഓഫ് പവറും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള പോളിസികളും സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രൈസ് തിയറി എക്സ്പ്ലെയിൻ ഹൗ പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് അണ്ടർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. അതായത് ഓരോ മാർക്കറ്റ് കണ്ടീഷനിലും എങ്ങനെയാണ് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പ്രൈസ് തിയറിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. കൂടാതെ അസിസ്റ്റ് ദ ഫേം ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പ്രൈസ് പോളിസി. ഓരോ ഫേമിനും ഏതൊക്കെ രീതിയിലായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു തിയറികളിലെല്ലാം പറയുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചറിങ് ആൻഡ് പ്രൈസിംഗ് പോളിസിയിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നു. ഫേമുകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് തമ്മിൽ കോമ്പറ്റീഷനിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മാർക്കറ്റിലെ ഡിഗ്രി ഓഫ് പവർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മാർക്കറ്റ് മാനേജ്മെന്റിനെ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഫേംസ് കമാൻഡ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രൈസ് തിയറി എക്സ്പ്ലെയിൻ ഹൗ പ്രൈസസ് ആർ ഡിറ്റർമിൻഡ്, അല്ലെ. പ്രൈസ് തിയറിയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസുകൾ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷനുകൾ ഉണ്ട്. ആ മാർക്കറ്റ് കണ്ടീഷനിലൊക്കെ എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് പ്രൈസ് തിയറി നമുക്ക് പറഞ്ഞുതരും. പിന്നെയോ അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് പോളിസികൾ എങ്ങനെ ഫ്രെയിം ചെയ്യാം,
ഒരു സ്ഥാപനത്തിന് എങ്ങനെ ഫേം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയും പ്രൈസ് തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വരുന്നത് റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ബിസിനസ് എക്കണോമിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്വാൻസ്ഡ് ടൂൾസ് സച്ച് ആസ് ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? അതായത് ഇവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ടൂൾസുകൾ ഇവിടെ ബിസിനസ് എക്കണോമിക്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? ലീനിയർ പ്രോഗ്രാമിംഗ് തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കുറെ സയൻസ് സബ്ജക്റ്റിലുണ്ട്. കുറെ സയൻസ് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കുമ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോ ബിസിനസ് എക്കണോമിക്സിൽ അതെല്ലാം, ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മളെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അല്ലെ? അപ്പൊ ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇതെന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എങ്ങനെ നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയോ പ്രോഫിറ്റ് അനലൈസ്. പ്രോഫിറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റ് തിയറിയാണ്. പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിയറിയാണ് പ്രോഫിറ്റ് തിയറി. പ്രോഫിറ്റ് തിയറി നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? പ്രോഫിറ്റ് തിയറി ഗൈഡ് ദ ഫേം ഇൻ മാനേജ്മെന്റ് ആൻഡ് മെഷർ ഓഫ് പ്രോഫിറ്റ്. ഒരു ഫേമിലെ മാനേജ്മെന്റിനെ ഗൈഡ് ചെയ്യാനും അതേപോലെ തന്നെ എങ്ങനെ ഉള്ള കണ്ടീഷൻസിൽ എങ്ങനെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, അല്ലെ? എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലെ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്ന തിയറി എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് അനാലിസിസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ പ്രോഫിറ്റ് തിയറിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റിസ്ക്കും അൺസർട്ടനിറ്റിയാണ് കൂടുതൽ ഉണ്ടാവുക, അല്ലെ? കാരണം എന്താകും ഏതാകും എന്നുള്ള ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസിൽ പറയുന്നത് എന്താണ്? Analysis of risk and uncertainties help the business firm in arriving at efficient decisions and in formulating plans on basis of past data, current information, future prediction. ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് ഫേമിന്റെ എന്താണ് അൺസർട്ടനിറ്റികളും റിസ്ക്കും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഇൻഫോർമേഷൻ എന്താണെന്ന് കിട്ടും, അല്ലെ? കറണ്ട് ഇൻഫോർമേഷനും പാസ്റ്റ് ഡാറ്റയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഓക്കെ, മനസ്സിലായപ്പോ? ഓക്കെ, അപ്പൊ അതാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു സമയത്ത് റിസ്ക്കും അൺസർട്ടനിറ്റിയും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ കറണ്ട് ഇൻഫോർമേഷനും പാസ്റ്റ് ഡാറ്റേന്റെയും ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം പ്ലാൻസുകളെല്ലാം ഫോർമേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷനും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു അനാലിസിസ് ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏതിൽ പറയുന്നത് ഇന്റേണൽ ഇഷ്യൂസ് ഓഫ് ഓപ്പറേഷൻ യൂസിങ് മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാം? ഓക്കെ.